ഹലോ നമസ്കാരം. വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ വീട്ടിൽ എങ്ങനെ എണ്ണ കാച്ചിയെടുക്കാം, അതായത് 99% റിസൾട്ട് കിട്ടുന്ന എണ്ണ എങ്ങനെ കാച്ചിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അന്നേരം നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് വീഡിയോ കാണുക. ഇതിനിടയ്ക്ക് നിങ്ങൾ വിചാരിക്കും തീർന്നു പോയി കാണും എന്നും പറഞ്ഞ് നിങ്ങൾ ഇട്ടിട്ട് പോരുത്. ഇത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇതിന് രണ്ട് മെത്തേഡാണ്. ഒന്ന് കാച്ചി വെച്ച എണ്ണയും ഒന്ന് വേറൊരു മെത്തേഡും ഉണ്ട്. അന്നേരം രണ്ട് മെത്തേഡ് വെച്ചാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അന്നേരം അത് ഫുള്ളായിട്ട് ഇരുന്ന് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളുടെ മുടി സംബന്ധമായിട്ട് ഉള്ള നര, മുടി കൊഴിച്ചിൽ, താരന്, മുടിക്ക് ബലമില്ലാത്തത്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ മുടി സംബന്ധമായിട്ടുള്ള 99% റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത്. അന്നേരം ഫുള്ളായിട്ടിരുന്ന് വീഡിയോ കാണുക, പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പഴയ വീഡിയോ കണ്ട് പരമാവധി ഒരു സപ്പോർട്ട് ചെയ്യുക, ഒരു സഹോദരൻ്റെ റിക്വസ്റ്റായിട്ട് എടുക്കുക. അന്നേരം നിങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന കൂട്ടുകളെന്ന് പറഞ്ഞാൽ 250 ഗ്രാം വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂണ് തേയില, 2 ടീസ്പൂണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടിയിലേക്ക് 2 ടീസ്പൂൺ തേയിലയോടെ ചേർക്കാം. പിന്നെ കുറച്ച് കരിയാപ്പില, ഉണങ്ങിയത് വേണം, പച്ചയല്ല, ഉണക്ക കരിയാപ്പില. പിന്നെ 100 ഗ്രാം നെല്ലിക്ക, പിന്നെ 2 നാരങ്ങ, ചെറുനാരങ്ങ, പിന്നെ ഒരു സവാള, പിന്നെ വിറ്റാമിൻ ഇ ഗുളിക 4 തൊട്ട് 5 വരെ ആകാം, കുഴപ്പമില്ല. അതിനകത്ത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് മേടിക്കേണ്ടത് നെല്ലിക്കായും നാരങ്ങയും വിറ്റാമിൻ ഇ ഗുളികയും മാത്രമേ മേടിച്ചാൽ മതി. ബാക്കിയെല്ലാം വീട്ടിലുള്ള ഐറ്റങ്ങൾ തന്നെയാണ്. അന്നേരം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്ന വിധം എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ നെല്ലിക്ക എടുത്ത് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇടിച്ചെടുക്കണം. ഇപ്പം മിക്സിയിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അരഞ്ഞു പോവും. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി. നമുക്ക് ഒരുപാടൊന്നും അരയണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കുക. നമ്മൾ നെല്ലിക്ക ഇടിച്ചെടുത്ത മാതിരി തന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് ഇടിച്ചെടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ നാരങ്ങ എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ നാരങ്ങാത്തോട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണമാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു കപ്പിനാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്, ഈ ഒരു ബൗളിന്. അന്നേരം ആ ബൗളിന് 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. 1.5 ഗ്ലാസ് തൊട്ട് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. എടുത്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയും മറ്റ് എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ട് മിക്സാക്കി എടുക്കുക. അതിനകത്ത് വിറ്റാമിൻ ഇ ഗുളിക ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ചിട്ട് മിക്സാക്കി എടുക്കുക. നേരെ എണ്ണയ്ക്കകത്തിട്ട് കാച്ചിയെടുക്കരുത്, അതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല. ഇത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ. ആ ഗുണങ്ങളൊന്നും ഇത് എണ്ണയ്ക്ക് കിട്ടത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ അതിന് വെള്ളം ഒഴിച്ച് മിക്സാക്കി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കണം. പ്രത്യേകം ശ്രദ്ധിച്ചോണം, നേരെ എണ്ണയ്ക്കകത്തിട്ട് കാച്ചിയെടുക്കരുത്, വെള്ളം ഒഴിച്ചിട്ട് വേണം കാച്ചിയെടുക്കാൻ. 1 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ എണ്ണ കാച്ചിയെടുക്കാൻ വേണ്ടി നമ്മൾ അടുപ്പത്ത് വെക്കുക. അന്നേരം ഈ എണ്ണ ചൂടാകുന്നിടം വരെ തീ കൂട്ടി വെക്കാവുള്ളൂ. ചൂടായതിനു ശേഷം പരമാവധി തീ കുറച്ച് വെക്കുക. അതിനുശേഷം ഇടയ്ക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇതിന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ചെയ്യുക. നമുക്കിപ്പം എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വിറ്റാമിൻ ഇ ഗുളിക പൊട്ടിച്ചൊഴിക്കുക. ലാസ്റ്റ് ഇത്രയും വെള്ളം എല്ലാം പറ്റി ഇതായി പരുവമായി കിട്ടുക. അന്നേരം ആ സമയത്ത് നമ്മൾ വിറ്റാമിൻ ഇ ഗുളിക പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓഫാക്കി വെക്കുക, ചൂടാറുന്നിടം വരെ. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത്, എണ്ണ ചൂടാറിയതിന് ശേഷം നല്ലൊരു തുണി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഇത് എണ്ണ എല്ലാവരും ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നല്ല വൃത്തിക്ക് പിഴിഞ്ഞെടുക്കുക. എണ്ണയെല്ലാം പിഴിഞ്ഞെടുത്തതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല വൃത്തിക്കൊന്ന് അരച്ചെടുക്കുക. മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുന്ന എണ്ണ എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടെ നല്ല വൃത്തിക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് ഒരാഴ്ച മാറ്റി വെക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ എണ്ണ മുകളിൽ തെളിഞ്ഞ് വയ്ക്കും. ആ എണ്ണ എടുത്ത് നമ്മൾ കാച്ചിയ എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അടിയിൽ കിട്ടുന്ന ഒരു കറുത്ത ഒരു കുഴമ്പ് മാതിരി ഇത് കിട്ടും, കുഴമ്പ് മാതിരി കിട്ടും. അതെടുത്തിട്ട് നമ്മൾ തലയിൽ 3 ദിവസം അല്ലെങ്കിൽ അടുപ്പിച്ച് 3 ദിവസം തലയിൽ തേച്ച് കൊടുത്ത് കുളിക്കുന്നതിന് 2 മണിക്കൂറിന് മുമ്പ് തലയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കുളിക്കുമ്പോൾ അത് നല്ലോണം തല തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ താരനും മുടി സംബന്ധമായിട്ട്, അതായത് നര എല്ലാം മാറി കിട്ടുന്നതാണ്. അതുകൊണ്ട് 99% റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അന്നേരം ഇത് നല്ലോണം തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇരിക്കുന്ന ബാലൻസ് എണ്ണ ഉണ്ടല്ലോ കാച്ചി വെച്ചേക്കുന്നത്, അത് തലയിൽ തേച്ച് കൊടുക്കുക. സ്ഥിരമായിട്ട് നമ്മൾ ഈ എണ്ണ തന്നെ നമ്മൾ തലയിൽ പുരട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം വരും. നമുക്ക് ഈ തലമുടി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും 99% അല്ലെങ്കിൽ 90% എനിക്ക് മാറിക്കിട്ടി. ഇനി നിങ്ങൾക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.